പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. മെയ് 14 ബുധനാഴ്ചയായിരുന്ന അങ്ങയുടെ മക്കളുടെ എല്ലാ വ്യാപാരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ജോലികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്താഗതികൾ, ഇന്നത്തെ സംസാരങ്ങൾ, ഇന്ന് സംഭവിക്കാനുള്ള വിഷയങ്ങൾ, ഇന്ന് തീരുമാനമെടുക്കാനുള്ള തീരുമാനങ്ങൾ പരിശുദ്ധമ്മ ദൈവമാതാവിനെ ഏൽപ്പിക്കുന്നു. ആശുപത്രിയിൽ കിടക്കരോഗിയിൽപ്പെട്ടിരിക്കുന്നവരും ഉണങ്ങാത്ത പരുവ് കരിഞ്ഞു പോണതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട്. ആ രോഗികൾക്കെല്ലാം വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഉണങ്ങാത്ത പരുവുകൾ, വർഷങ്ങളും മാസങ്ങളുമായി ഉണങ്ങാതിരിക്കുന്ന പരുവുകൾ കരിഞ്ഞു പോകുന്നത് കർത്താവ് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുട്ടിൻ്റെ പരുക്കൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അസ്ഥിക്ഷയങ്ങൾ, അസ്ഥിയുടെ ബലക്ഷയങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ മധ്യസ്ഥനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന്
ശരീരത്തിൽ കർത്താവ് ചൂട് കൂടുന്നതിന് മൂല കാരണങ്ങളുണ്ടാകുന്ന രോഗങ്ങൾ, ആ രോഗങ്ങളെ മുഴുവനായി സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ തിരുമുറിവാടുന്ന വലതുകരം, ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം, അങ്ങനെ ശരീരം മൊത്തത്തിൽ ചൂടാകുന്ന വ്യക്തികൾ, മൊത്തത്തിൽ രക്തം ചൂടാകുന്ന വ്യക്തികൾ, കോശങ്ങൾ ചൂടാകുന്ന വ്യക്തികൾ, ആകപ്പാട് ചൂട് കൊണ്ട് ഉറക്കമില്ലാത്ത വ്യക്തികൾ, പ്രഷർ കൂടുന്നവർ, ഷുഗർ കൂടുന്നവർ, മറ്റു രോഗങ്ങളിലെല്ലാം ആധിക്യമുള്ളവർ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി ഇല്ലാത്ത ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു. പരിശ്രമിച്ചിട്ടും പേർത്തും കർത്താവെ അങ്ങനെ അവരുടെ ഉദ്യമങ്ങൾ എല്ലാം അവതാളത്തിലാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ, അതിന് ഫലപ്രാപ്തി കാണാതെ മനസ്സിടിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ ഉദ്യമങ്ങൾ, ഓരോ പരീക്ഷകൾ, ഓരോ ഇൻ്റർവ്യൂകൾ അവർ തോറ്റെന്ന് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും, അതേസമയം കർത്താവ് ഉടമ്പടിയുടെ ശക്തിയിൽ നോട്ട് ബൈ മെറിറ്റിൽ ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി ആശ്രയിച്ചുകൊണ്ടും അടിസ്ഥാനപരമായി ആശ്രയിച്ചുകൊണ്ടും കർത്താവിൻ്റെ കൃപയെ ആർജിക്കാൻ ആവശ്യമായ ജീവിത രീതിയെ പുനഃക്രമീകരിച്ചുകൊണ്ടും സുവിശേഷമായി ജീവിക്കാൻ വേണ്ടി ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. വീട്, അതുതന്നെ പാർപ്പിടം, അതിൻ്റെ കേടുപാടുകൾ, അതുമൂലം ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ, വീടുള്ളതും ഇല്ലാത്തതും ഒരുപോലെ ആകുന്ന രീതിയിലുള്ള ചോർച്ചകൾ, അതിന് റിപ്പയർ ചെയ്യാൻ മാർഗമില്ലാത്തവർ, അതിന് ചെയ്യാതെ കഴിഞ്ഞാൽ ഭാഗോടപടി നടക്കാത്ത കുടുംബങ്ങൾ, അതിൻ്റെ പേരിൽ ആർക്കും തറവാടിനോട് താല്പര്യമില്ലാത്തവൻ്റെ പേരിൽ ആരും കാശ് മുടക്കാതെ ഇട്ടിരിക്കുന്ന കുടുംബങ്ങൾ, ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന തറവാടുകൾ, അത് താമസിക്കുന്നതിന് വരുന്ന മക്കൾ, അവരുടെ മാനസിക അവസ്ഥകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ഇരുട്ട് മൂടി കിടക്കുന്ന കുടുംബങ്ങൾ, മാനസികമായിട്ട് ഇരുട്ടുമൂടി കിടക്കുന്ന കുടുംബങ്ങൾ, സാമ്പത്തികമായി ഇരുട്ടുമൂടി കിടക്കുന്ന കുടുംബങ്ങൾ, പരസ്പര ബന്ധവും സ്നേഹവും ഇല്ലാതെ എവിടെയെങ്കിലും പോയാൽ മതി, വിറ്റ് ചുട്ട് കളഞ്ഞാൽ മതി, ഇന്ന് വിറ്റ് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പഴിചാരി ഭാരപ്പെടുന്ന വ്യക്തികളുടെ ജീവിതം കർത്താവിൻ്റെ കുരിശ് ഞാൻ ആ ഭവനത്തിൻ്റെ വാതിൽ നാട്ടുന്നു. പൈശാചികമായ സ്വാധീനങ്ങൾ അവിടുന്ന് ഒഴിഞ്ഞു പോയിട്ട് മാതാവിൻ്റെ മധ്യ ശിശുനാമത്തിൽ കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻസ് എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ കാലങ്ങളിലേക്ക് നമ്മൾ പുതിയ പരീക്ഷകളെല്ലാം പാസ്സായി പുതിയ ജീവിത മേഖലകളിലേക്ക് ഏത് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കണമെന്ന് അറിയാൻ പാടില്ലാതെ, എന്ത് തിരഞ്ഞെടുത്താൽ ഗതി പിടിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു നടക്കുന്നൊരു കാലമാണിത്. അവർക്കെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദിശാബോധം ഉണ്ടാകാനും അവരെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാതിരിക്കാനും വേണ്ടി പരിശുദ്ധമ ദേവമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ യാത്രകളെ പ്രാർത്ഥിക്കുന്നു. യാത്രയ്ക്ക് ഒരുങ്ങുന്നവരെ, യാത്രയ്ക്ക് പോകുന്നവരെ, യാത്രയ്ക്ക് വേണ്ടി അനുതാരം ഒരുക്കുന്നവർ, യാത്രയ്ക്ക് വേണ്ടിയുള്ള രേഖകൾ സമ്പാദിക്കാൻ വേണ്ടിയുള്ള യാത്രയിലായിരിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. കർത്താവ് ചില ഉത്തരങ്ങൾ അതുപോലെ തന്നെ ചില റിസൾട്ടുകൾ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് വരാൻ വേണ്ടി പരിശുദ്ധമ ദേവമാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൊലി പൊളിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. നെറ്റിയിൽ ഉൾപ്പെടെ തൊലിഞ്ഞു പൊളിഞ്ഞു പോകുന്ന അസുഖങ്ങൾ, സ്വറിയാസിസ് പോലുള്ള അസുഖങ്ങൾ, അത് എക്സിമ പോലുള്ള അസുഖങ്ങളെ സഹജ പ്രാർത്ഥന അവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ തളിക്കപ്പെടുകയും ആ രോഗം പൂർണ്ണമായി സുഖപ്പെടുകയും ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിന് മരുന്നില്ലെന്ന് പലപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ കേൾക്കുമ്പോൾ അതിന് എനിക്ക് മരുന്നില്ലാത്ത രോഗമാണല്ലോ വന്നെന്ന് ഓർത്ത് ആശങ്കപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഏറ്റവും വലിയ മരുന്നായ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നീ ആലേഖനം ചെയ്യുകയും അഭിഷിക്തരാകുകയും കർത്താവിൻ്റെ നാമത്തെ നിത്യമായ രോഗം സുഖപ്പെടുകയും ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ സാമ്പത്തിക കൊടുക്കവാങ്ങലുകൾ, സ്ഥലത്തിൻ്റെ കൊടുക്കവാങ്ങലുകൾ, വെച്ചുമാറലുകൾ ഇവിടെയെല്ലാം നീ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നിനക്ക് ദൈവികമായ സംരക്ഷണം യേശുനാമത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് എന്ന് ഏറ്റവും കൂടുതൽ ദൈവിക കൃപ ലഭിക്കുന്ന ഒരു വിഷയമാണ് ഈ മനസ്താപം എന്ന് പറയുന്നത്. മനസ്താപം ഭയങ്കരമായ ഒരു നടപടിക്രമമാണ്. സുവിശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമേ പറയുന്ന വാക്ക് മനസ്തപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസിന്റെ 1:15 എടുത്തേ. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതാണ് ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കാനും
സുവിശേഷം മനുഷ്യൻ നൽകുന്ന വാഗ്ദാനം പ്രാപിക്കാനും ഏറ്റവും എളുപ്പമാർഗം സുവിശേഷത്തെ വിശ്വസിക്കുന്നതാണ്. അപ്പം നമ്മുടെ വിളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാന വിളി എന്താണ്? ഇപ്പം ഞങ്ങളൊക്കെ വൈദികരായി, ശരി, പക്ഷേ അടിസ്ഥാന വിളി എന്താണ്? വൈദിക വൃത്തിയല്ല, സുവിശേഷത്തെ വിശ്വസിക്കുന്നതാണ്. ഈ സുവിശേഷത്തെ വിശ്വസിക്കുന്നവർക്ക് അവരെ വിശ്വസിക്കുമ്പോഴാണല്ലോ അവൻ പറയണ പോലെ ചെയ്യണേ. നമ്മൾ ഉടമ്പടിയുടെ ഉദ്ദേശം അത് തന്നെയാണല്ല. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവൻ പറയുന്നതിൽ വിശ്വസിക്കണ്ടേ? ഇവിടെയാണ് ഇത് വളരെ ശ്രദ്ധിക്കണം. അവൻ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യ പ്രിറെക്വിസിറ്റ് എന്താണ്? മുന്നാവശ്യം എന്താണ്? അനുദപിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിന് വിരുദ്ധമായ എല്ലാ നടപടിക്രമങ്ങളും, നമ്മൾ ചെയ്തു പോയ വിഷയങ്ങളും ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അനുതാപം ഉണ്ടാകണം. അല്ലാതെ ഞാൻ ചില ആൾക്കാരൊക്കെ ഇല്ലേ, ഒരു 3 പ്രാവശ്യം ബൈബിൾ എഴുതി എന്നൊക്കെ പറയത്തില്ലേ, അത് നല്ല കാര്യമാണ്. പക്ഷേ ആ അടിസ്ഥാന നമ്മുടെ ലൈഫ് എന്താണ്? ബൈബിൾ എഴുതുകയല്ലല്ല ശരിക്കും. ആദ്യം ബൈബിള് വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അനുദപിക്കണം. ഈ ബൈബിൾ എഴുതാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആദ്യം അനുദപിച്ചിട്ട് വേണം ഈ പണിക്ക് ഇറങ്ങാൻ. കാര്യം അനുദപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുതാപം എന്താണ്? ഇപ്പോൾ ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മെറ്റാഫിസിക്കൽ മീനിങ് ഉണ്ട്, ഡെഫിനിഷൻ ഉണ്ട്. എന്താ? ടൈം ഈസ് എ മെഷർമെൻറ്റ് ഓഫ് മൂമെൻറ്റ്സ്. ഒരു ചലനങ്ങളുടെ ആകത്തുകയാണ് സമയം. പക്ഷേ വാട്ട് ഈസ് കൺട്രിഷൻ? അനുതാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിളായിട്ടുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുഭവജ്ഞാനത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണത്? ദൈവസ്നേഹം അംഗീകരിക്കലാണ്. ദൈവസ്നേഹത്തെ അംഗീകരിക്കലാണ്. അപ്പോൾ ദൈവസ്നേഹത്തെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിനയപ്പെടാനും അതുപോലെ തന്നെ ആവശ്യമുള്ളയിടത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ ആവശ്യമുള്ള വിഷയത്തിൻ്റെ മേലെ ഈ ദൈവസ്നേഹം അംഗീകരിക്കുന്ന വ്യക്തികളിലാണ് ദൈവം സാന്നിധ്യം നൽകണത്. ഒരു ഡോർ ഓപ്പൺ ചെയ്യണ പോലെയാണ്. അപ്പം അനുതാപം എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും. അപ്പോൾ എനിക്കൊരു അനുതാപത്തിൻ്റെ ആവശ്യമില്ല, ഞാനോട് തെറ്റും ചെയ്യില്ല എന്നൊക്കെ പറയാം. ചില ആൾക്കാരൊക്കെ പറഞ്ഞു അനുതാപം എന്ന് പറഞ്ഞാൽ ഉടനെ ആൾക്കാർ പറയണത് ഞാനോട് തെറ്റും ചെയ്തിട്ടില്ല, ഈ പാവികളാണ് പള്ളിയിൽ പോകണമെന്ന് പറയത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ. പക്ഷേ അനുതാപം വാട്ടിച്ചിട്ട് അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക്കായിട്ട് എന്താണത്? ദൈവസ്നേഹത്തെ അംഗീകരിക്കുകയാണ്. ഓപ്പൺ ടു ദി സ്പിരിറ്റ് അല്ല, ഓപ്പൺ ടു ദി ലവ് ഓഫ് ഗോഡാണ്. വാട്ട് ഈസ് കൺട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് കൺട്രീഷൻ? കൺട്രീഷൻ ഈസ് ഓപ്പൺ ടു ദി ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കുള്ള തുറവിയാണ് അനുതാപം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ജീവിതക്രമം രൂപീകരിക്കും. ആ ജീവിതക്രമമാണ് നമുക്ക്, ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ജീവിതക്രമമാണ് നമുക്ക് സുവിശേഷം തരണത്. അതുകൊണ്ടാണ് ഉടമ്പടി 1/2 മണിക്കൂർ വചനം വായിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, അവന് ഉടമ്പടി 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പം അതനുസരിച്ച് ജീവിക്കുന്നവരുടെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കണ്ടില്ലേ, അത് ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യങ്ങളാണ്. കാര്യം ദൈവതിരുസന്നിധിയിൽ ദൈവത്തോട് സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദൈവവിളി എന്ന് പറയണം നമുക്ക്. അതായത് ഏറ്റവും വലിയ ദൈവവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദൈവത്തോട് സത്യസന്ധരായിരിക്കുക. അപ്പോൾ ദൈവത്തോട് സത്യസന്ധരായിരിക്കുമ്പോൾ നമുക്ക് എല്ലാ വിഷയങ്ങളോടും സത്യസന്ധത പുലർത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദൈവസ്നേഹത്തിന് എതിരായിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ എടുത്ത് പെറുക്കി കളയണമല്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകണത് ഓട്ടോമാറ്റിക്കായിട്ട്. അങ്ങനെ പോകുമ്പോഴാണ് വലിയ വിപത്തുകളൊക്കെ വരുമ്പോൾ നമ്മൾ പല പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കും. എന്ന് വെച്ചാൽ എന്താ മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം? അമ്മ അങ്ങേയിരുന്ന് ആവശ്യമില്ലാത്ത എല്ലായിടത്തും അയാൾ സംസാരിക്കുന്നത്, ആവശ്യമുള്ളവന് പോലും സംസാരിക്കത്തില്ല. അത് മിണ്ടാതിരിക്കുക എന്ന് വെച്ചാൽ കാലാന്തരത്തിൽ ശരിയായിക്കൊള്ളും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് ഇപ്പം തന്നെ ശരിയാക്കി കളയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിലത് ശരിയാകത്തില്ല. കാര്യം അവർ നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമാണ് അവർ തരണത്. നമ്മളെ മനസ്സിലാക്കാത്തവർ നമ്മൾ ഈശോ എന്താ പറഞ്ഞിരിക്കണത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടില്ലേ,
നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവരാരാണ്? അവർ നമ്മളെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്തവരാണ്. അതാണ് ഈശോ പറയണത്. അവർ ചെയ്യുന്നത് എന്തെന്ന് അവരെ അറിയുന്നില്ല, അവർക്ക് എന്നെ മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അവർക്ക് അതിൻ്റെ മനസ്സിലാകുന്നില്ലെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർ ക്ഷമിക്കണമേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുതാപം എന്ന് പറയുന്നത് ഓപ്പൺനെസ് ടു ദി ലവ് ഓഫ് ഗോഡാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മനസ്സൊരുക്കമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ബേസിക് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് ആവശ്യമില്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അനുതപിക്കാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളും ദൈവസ്നേഹത്തിൽ നിറയാൻ എല്ലാ പ്രതികൂല അവസരങ്ങളും ആ പ്രതികൂലങ്ങളെല്ലാം അനുകൂലമാക്കണത് ആ മേഖലയിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലവ് ഓഫ് ഗോഡ് ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുമ്പോഴാണ്. അപ്പോൾ ഒരു നല്ല ദിവസം നിശ്ചയിക്കുകയാണ്. ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവസ്നേഹം തന്നെ നിറയാൻ വേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോവുക. അതിനാണ് ഈ അനുതാപം എന്ന് പറയുന്നത്. അല്ല, അനുതാപം എന്ന് കേൾക്കുമ്പോൾ നെഗറ്റീവ് ചിന്തിക്കേണ്ട കാര്യമില്ല, അത് പോസിറ്റീവാണ്. ദൈവസ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടിയുള്ള നമ്മുടെ തീരുമാനത്തിൻ്റെ പേരാണ് അനുതാപം. താങ്ക് യു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കോടാനുകോടി നന്ദി സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. ഈ പരിശുദ്ധമായ അൾത്താരയിൽ ഞാൻ 5-ാമത്തെ പ്രാവശ്യമാണ് ഈ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും എനിക്ക് അമ്മ മാതാവിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കാനാണ് ഞാനും എൻ്റെ കുടുംബം ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും നിത്യത വരെയും അമ്മയോടും തിരുക്കുമാരനോടും കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ പേര് സുജാ ഷാജി. ഞാൻ 2019 ഓഗസ്റ്റ് 23-ാം തീയതിയാണ് ആദ്യമായി ഈ കൃപാസനത്തിൽ വന്നു ചേരുന്നത്. അന്ന് ഞാൻ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇവിടെ വന്നത്. എനിക്ക് ബ്ലീഡിങ് എന്ന് പറഞ്ഞ അസുഖത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുന്നത്. സഹനത്തിൻ്റെ തീച്ചൂളയിൽ വെന്തു നീറുന്ന മനസ്സുമായാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. അവിടെ നിന്നാണ് പരിശുദ്ധ അമ്മ ഇന്നും ഉടമ്പടിയിൽ തന്നെ ഒരു പ്രാവശ്യം പോലും ഉടമ്പടി പുതുക്കാതെ 15 പ്രാവശ്യം ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ഈ അൾത്താരിയിൽ വീണ്ടും എന്നെയും എൻ്റെ കുടുംബത്തെയും യേശുനാഥൻ ഉയർത്തിയത്. അവിടുത്തെ പ്രിയപുത്രനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും സംഭവിക്കുന്നതിനായി അവിടുത്തെ തൃക്കരങ്ങളുടെ കരബലം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേലും എൻ്റെ ചാർച്ചക്കാരിലും എല്ലാവരിലും അനുഭവവേദ്യമാകണമെന്ന് ഞാൻ ആദ്യമായി പരിശുദ്ധ അമ്മയോട് ഞങ്ങളിവിടെ ഉടമ്പടി എടുത്ത സമയം തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴെല്ലാം ഇത് ഞങ്ങൾക്ക് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് എന്ന് ഞങ്ങൾ 4 പേരും വിചാരിച്ചു. ഈ സ്ഥലത്തിനൊക്കെ ഇത്രയും വില കൂടിയ സമയത്ത് ഞങ്ങൾക്കൊരു പ്രൈവറ്റ് സ്ട്രക്ചറിലാണ് ജോലി. ഈ 1 ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുവാനുള്ള ഒരു ഭവനം വാങ്ങുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾ പട്ടയമില്ലാത്ത ഒരു ഭൂമിയിലാണ് തൃശ്ശൂർ താമസിക്കുന്നത്. ഞങ്ങൾ എറണാകുളത്ത് ജോലി സംബന്ധമായിട്ടാണ് വന്ന് ഇവിടെ 17 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നത്. ഞങ്ങൾ 6 വാടക വീടുകൾ മാറുകയും ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 7-ാമത്തെ വീട്, അതായത് അമ്മയുടെ പ്രത്യക്ഷ സ്ഥിരീകരണം എൻ്റെ മേൽ നടക്കുവാനും എൻ്റെ കുടുംബത്തിൻ്റെ മേൽ നടക്കുവാനും 2004 ഡിസംബർ 7-ാം തീയതി അമ്മ ഈ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതിന് മികച്ച സാക്ഷിയാണ് ഞാൻ. എല്ലാം എനിക്ക് 7 എന്ന ഒരു സംഖ്യാബലത്തിലാണ് പരിശുദ്ധ അമ്മ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയാക്കി മാറ്റിയത്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ട ആ പ്രത്യക്ഷൻ്റെ സ്ഥിരീകരണം പരിശുദ്ധ അമ്മയെ എൻ്റെ മേൽ നടത്തണമേ എന്ന്, എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ഉയർത്തണമേ എന്ന് ഞാൻ രാവും പകലും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മകളായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഉപവാസം മാത്രമായിരുന്നു. ജീവിതത്തിൽ എൻ്റെ വ്യാഴാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം മാത്രമേ ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഉപവാസയും പ്രാർത്ഥനയും ജപമാലയിലൂടെയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ ഇത്രമാത്രം ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുത്തിയത്. പലപ്പോഴും എന്നെ ഉപവസിക്കുമ്പോൾ ഇവർ കളിയാക്കും, മമ്മി ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്, ബ്ലഡ് കയറ്റിയ ആളാണ്, മമ്മി വീണ്ടും വീണു പോകും, ഇനി ഒരു ആശുപത്രി കേസ് വരാൻ അമ്മ ഇടയാക്കരുതെന്ന് എപ്പോഴും പറയും. ഞാനിപ്പോൾ 6-ാമത്തെ വർഷമാണ് ഈ ഉടമ്പടിയിൽ സ്ഥിരമായി നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ എന്നെ ഓരോ ദിവസവും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനിലുമാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത്. ഏത് സമയവും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണവും പ്രത്യക്ഷ പ്രാർത്ഥനയും അതുപോലെ തന്നെ വിശ്വാസ പ്രമാണവും ചൊല്ലിയും
എനിക്ക് കൗൺസിലിംഗ് നടത്തിയിരുന്ന ഇവിടുത്തെ ബഹുമാനപ്പെട്ട സാറുമാർ, സിസ്റ്റേഴ്സ് എനിക്ക് ദൈവവചനങ്ങൾ എഴുതി തന്നിരുന്നു. അതെല്ലാം എനിക്ക് കാണാപ്പാടമാണ്. എപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രമേ എന്നെ മുട്ടുന്നവരിലും. ഞാനൊരു നേഴ്സാണ്. നേഴ്സായി ജോലി ചെയ്യുന്ന പല രോഗികളിലും അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒടിഞ്ഞുപോയ കാലുകൾ പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെ എൻ്റെ ഉള്ളം കൈയിലും നെറ്റിയിലും ഞാൻ ഉപ്പും തൈലവും തേച്ചിട്ടാണ് എൻ്റെ പേഷ്യൻസിനെ ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നത്. ആ പേഷ്യൻസിനെല്ലാം പഴുത്ത് ഇൻഫെക്ഷനോടുകൂടി വന്ന പേഷ്യൻസ് എല്ലാം പിറ്റത്തെ പ്രാവശ്യം എന്നെ കാണുമ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. സിസ്റ്റർ ചെയ്താൽ മതി, എൻ്റെ കാലിന് ഭയങ്കര വേദന കുറവുണ്ട്, എൻ്റെ ഒടിഞ്ഞ അസ്ഥിക്ക് വേദന കുറവുണ്ട്, ഞങ്ങൾ സർജറിക്ക് പോയിട്ട് നിയമിച്ചതാണ്, ഞങ്ങൾ പോകുന്നില്ല. ആദ്യം ഞാൻ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ ആരും വാങ്ങാൻ വില്ലിങ്ങിച്ചില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് സിസ്റ്റർ കൃപാസനം പത്രം ഉണ്ടോ എന്ന് ചോദിച്ചാണ് വരുന്നത്. പക്ഷേ ഞാൻ എല്ലാവർക്കും ഇവിടുത്തെ ദൈവവചനവും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയായി എന്നെ യേശുനാമത്തിൽ ഉയർത്തുന്നത് പോലെ ഞാൻ കൊടുക്കുന്ന പത്രങ്ങളിൽ ദൈവവചനം എഴുതിയും അമ്മയുടെ പ്രത്യക്ഷ സാക്ഷികളായി നിങ്ങളെ ഏവരെയും ഉയർത്തുവാനുമായിട്ടാണ് എല്ലാ 3 കെട്ട് പത്രവും ഞാൻ വാങ്ങി രാത്രി 12:30 വരെ ഇരുന്ന് എഴുതി പ്രാർത്ഥിക്കും. ഞാൻ കാരണം എൻ്റെ മക്കൾക്കോ ഹസ്ബൻഡിനോ നേരായ രീതിയിൽ ഉറങ്ങാൻ പോലും അവരും പണി കഴിഞ്ഞ് വന്ന് കിടക്കുകയാണ്. ഞാൻ ഈ പ്രാർത്ഥിച്ച് കിടന്ന് എനിക്ക് എന്നാലേ സമാധാനമുള്ളൂ. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി പത്രം, നമ്മുടെ കൃപാസനം പത്രം മൊത്തം ദൈവവചനം എഴുതി എല്ലാവരുടെ കൈകളിലും ഞാൻ അനാവശ്യമായി ആർക്കും കൊടുക്കാറില്ല, നിന്ദിക്കുന്നവർക്കും പരിഹസിക്കുന്നു കൊടുക്കില്ല. ഏറ്റവും അത്യാവശ്യപ്പെട്ടവരായ എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന അവർക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ആരെയും ഞാൻ തേടി പോകേണ്ട ആവശ്യമില്ല. ആദ്യം ഞാൻ നാണക്കേട് കൊണ്ട് കൊടുക്കാൻ മടിച്ചിരുന്നു. ഇപ്പോൾ എന്നെ തേടി ഈ പത്രം തേടി എന്നെ കാണാൻ വേണ്ടി ആൾക്കാർ വരും. എല്ലാം എൻ്റെയും എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാം ഈ പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒറ്റ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. 17 വർഷം വാടകയ്ക്കിരുന്ന ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിൻ്റെ ഈ 18-ാം തീയതി എൻ്റെ നിയോഗം ഇട്ട് ഞങ്ങളുടെ ഒരു സഹോദരി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ നിയോഗം എഴുതി വണക്കമാസത്തിൽ പ്രാർത്ഥനയ്ക്ക് ഇവിടെ എഴുതിക്കൊണ്ടിരുന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ കൊടുത്ത സമയത്ത് ഞാൻ അന്ന് ഞായറാഴ്ച 2 മണിയായപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു വീടിൻ്റെ പരസ്യം കാണുന്നു. അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് അയച്ചു കൊടുത്തു. അന്നേരം തന്നെ ഹസ്ബൻഡ് അതുകൊണ്ട് ആ ബ്രോക്കറെ വിളിച്ചു. ഇപ്പം തന്നെ വീട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. 4 മണിക്ക് ആ വീടിൻ്റെ അടുത്തെത്തി. ഇവിടെ എൻ്റെ പ്രാർത്ഥന 5:30 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഞങ്ങൾ 5000 രൂപ ആ വീടിന് അഡ്വാൻസ് കൊടുത്തു. ഞങ്ങളാരും കാണുകയോ, ഹസ്ബൻഡും ഇളയ മോനുമാണ് പോയത്. അവരത് ഇഷ്ടപ്പെടുകയും അവർക്ക് അപ്പം തന്നെ അഡ്വാൻസ് കൊടുക്കുകയും 3-ാം ദിവസം അളക്കുകയും 5 സെൻറ്റ് സ്ഥലവും താമസയോഗ്യമായൊരു ഭവനവും അപ്പോളോ അഡ്ലക്സ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൻ്റെയും അതിൻ്റെ ഓപ്പോസിറ്റ് ബെത്ലഹേം പള്ളിക്ക് അടുത്ത് ഞാൻ മാതാവിനോട് ചോദിച്ചിരുന്നു, എനിക്ക് നല്ല വെള്ളമുള്ളൊരു കിണറും ഒരു താമസയോഗ്യമായൊരു ചെറിയ വീടും എന്നും നിൻ്റെ ദൈവ തിരുസന്നിധിയിൽ വന്ന് കുർബാന കാണുവാനുമുള്ളൊരു ഭവനം തന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഏഴയും കൃമിയാണ്. അതിന് പരിശുദ്ധ അമ്മ ആ പള്ളിയുടെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ദേവാലയത്തിൻ്റെ അടുത്ത് ഈ ഏഴയായ കുടുംബത്തെ അവിടെ ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നല്ല ഒരിക്കലും വറ്റാത്ത വെള്ളമുള്ള കിണർ, പിന്നെ താമസവുമായി നല്ലൊരു വാർക്ക വീട്, 5 സെൻറ്റ് സ്ഥലം, ചുറ്റും മതിൽ, റോഡ് സൈഡിൽ വഴി, വീട്ടിലകത്ത് വരും വണ്ടി കയറുന്ന വഴി, എല്ലാ സൗകര്യങ്ങളോടും കൂടി പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് മുമ്പേ ദൂതനെ അയച്ച് ആ സ്ഥലം വാങ്ങുവാനും അതിൻ്റെ ആധാരവുമായിട്ടാണ് ഞാൻ ഈ ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയതാണ്. എൻ്റെ അടുത്ത് 2020 ഞാൻ അമൃതയിലെ ജോലി സ്റ്റാഫിനായിരുന്നു. ആ സമയത്തായിരുന്നു എനിക്ക് ഒരു സർജറി ഉണ്ടായി. അവിടെ നിന്ന് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. 2 വർഷം പ്രാർത്ഥനയിലും യാചനയിലും സഹനത്തിൻ്റെ തീച്ചൂളിലും ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ നിവൃത്തിയില്ലാതെ സങ്കടത്തോട് ഞാൻ അവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കൃപാസനം ജോസഫ് അച്ഛനെ ഞാൻ കാണുകയും അച്ഛൻ എൻ്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ പ്രശ്നം എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എന്താ ജോലി? ഞാൻ പറഞ്ഞു, ഞാൻ നേഴ്സാണ്. പക്ഷേങ്കിൽ നിനക്ക് ജോലിയും കിട്ടും, നിനക്ക് മാതാവ് നല്ലൊരു വീടും തരും, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് വിശുദ്ധ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞു. 2020 ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ആ അനുഗ്രഹം ഞാൻ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും 7 എന്ന ദിവസങ്ങളിൽ നടത്തി തരികയും 21 എന്ന് പറഞ്ഞൊരു ദിവസത്തിൽ ഞാൻ സ്വപ്നം കാണുകയും നമ്മുടെ മരിച്ചുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് ഈ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ കത്തിക്കിടക്കുന്ന ലൈറ്റിൻ്റെ പ്രകാശമുള്ള ഒരു മലമുകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും ജോസഫ് അച്ഛനും കുറേ ആളുകളും ഇരുന്ന് ഫയലുകൾ
കൊടുത്ത് എല്ലാം കഴിഞ്ഞു. ഞാനും എൻ്റെ ഹസ്ബൻഡും ലാസ്റ്റ് സന്ദർഭത്തിലാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അച്ഛൻ ഈ ഒരു ക്രീം കളറുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് മാർപ്പാപ്പയും അച്ഛനും നിൽക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, സുജി നമുക്ക് ആ ഫയലൊന്ന് അച്ഛനെ ഒന്ന് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറയാ, നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങളുടെ ഫയലൊക്കെ എപ്പോഴേ മാതാവ് ഒപ്പിട്ട് തന്നു എന്ന്. ആ സമയത്താണ് മാതാവ് ഒപ്പിട്ട അമ്മയുടെ കയ്യൊപ്പുള്ള ആ ഫയൽ എനിക്ക് കൈമാറി തന്ന, ഈ അൾത്താരയിൽ ഞാൻ കാണിച്ചു തരുന്ന, ഈ ഞങ്ങൾക്ക് വീട് തന്ന ഈ ആധാരത്തിൻ്റെ ഒറിജിനൽ കോപ്പിയുമായിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നത്. എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയം ഞാൻ കഴിഞ്ഞു. ഈ പത്രം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. പക്ഷേ എൻ്റെ ഉടമ്പടി ലംഘിച്ചു പോകുമെന്ന് വിചാരിച്ച് ഞാൻ കഴിഞ്ഞ മാസം 7-ാം തീയതി വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി. ഈ ഉടമ്പടി ഇന്ന് ഞാൻ ലീവ് എടുത്ത് എൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാവരും വന്നിട്ടുണ്ട്. ഈ ആധാരം, ഒറിജിനൽ ആധാരം എൻ്റെ പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഈ ദൈവജനത്തിന് മുമ്പിൽ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ ത്യാഗം സഹിച്ച് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾക്കൊരു ത്യാഗമല്ല, പരിശുദ്ധ അമ്മയുടെ ഭൂമിയിൽ വരുന്നത് ഞങ്ങൾക്കൊരു നേട്ടമാണ്. ഞങ്ങൾ എന്നും അമ്മയോടും തിരുക്കുമാരനോടും ഞങ്ങൾ കടപ്പെട്ടവരാണ്. രണ്ടാമതായി എൻ്റെ ജോലി സംബന്ധമായൊരു സംബന്ധം എന്ന് പറഞ്ഞാൽ, എനിക്ക് ജോലിയില്ലാതെ ഞാൻ വളരെ നിരാശിതരായിരുന്നു. ഞങ്ങൾ 17 വർഷം വാടകയ്ക്കാണ്, രണ്ടാളും കൂട്ടിമുട്ടിച്ചാൽ പോലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എൻ്റെ മക്കളെ പഠിപ്പിക്കണം, ഒന്നും നടക്കുന്നില്ല. അവിടെ പരിശുദ്ധ അമ്മ ഞങ്ങൾ 2019 വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു സ്ഥിരമായി ജോലി ചോദിച്ചു. പരിശുദ്ധ അമ്മ എൻ്റെ ഹസ്ബൻഡിന് ഇവിടുന്ന് പോയി 3-ാം ദിവസം ഇന്ന് വരെയും സ്ഥിരമായി ജോലി, ഒരു ദിവസം പോലും ലീവില്ലാതെ ജോലി തന്ന് അനുഗ്രഹിച്ചു. അതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി സ്തുതിയും കൃതജ്ഞതപിക്കുന്നു. അതുപോലെ എൻ്റെ മക്കളുടെ പഠനം, എല്ലാവരും പറയുന്നത് പോലെ എനിക്കും എൻ്റെ മക്കളെക്കുറിച്ച് ഭയങ്കര വേവലാതിയായിരുന്നു. നല്ലപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, മാർക്ക് വാങ്ങിയാലേ ജീവിക്കാൻ നമുക്കൊരു വഴി ദൈവം തുറന്നു തരുള്ളൂ എന്ന്. അതുപോലെ എൻ്റെ മൂത്ത മോന് ഫസ്റ്റ് റാങ്കോടുകൂടി ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പാസ്സാകുവാൻ ആ കോളേജിൽ സാധിച്ചു. അതുപോലെ ഇതുവരെ ഇല്ലാത്തൊരു അത്ഭുതമാണ് എൻ്റെ മോന് ഈ പ്രാവശ്യം എംപ്ലോയി ആയി. അവന് ഒരു നിരാശയുടെ വക്കിലാണ് ജോലി നഷ്ടപ്പെട്ട് വന്നത്. ആ ജോലിയുടെ സമയത്ത് ഇവിടുന്ന് പോയി 3-ാം ദിവസം അവന് ജോലി കിട്ടുകയും ജോലിയോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും വൈകുന്നേരം 5 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്തു. അതുപോലെ തന്നെ അവർക്ക് സെക്കൻഡ് റാങ്കോടുകൂടി അവിടെ പാസ്സാകാനും പറ്റി. മൂന്നാമത് പറഞ്ഞാൽ എൻ്റെ കാലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ഞാൻ അകണ്ട ജപമാല സമയത്ത് മാധവനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു, ഈ കാല് വെച്ച് ഒരു ആശുപത്രിയിലും പോകാതെ എൻ്റെ കാലിൽ ഉടമ്പടി ഉപ്പും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് കുരിശ് വഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ എനിക്ക് സാധിച്ചു തന്നു, എൻ്റെ സുഖം പ്രാപിച്ചു. അതുപോലെ തന്നെ എൻ്റെ എല്ലാവിധ അസുഖങ്ങൾക്കും, എൻ്റെ വീട്ടിലെ എല്ലാ അസുഖങ്ങൾക്കും, ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിന് തലകറക്കവും ചെവിവേദനയും വന്നു. എൻ്റെ ഒന്നും കേൾക്കില്ലാത്തൊരവസ്ഥ. ഉടമ്പടി തൈലവും തേനും നാവിൽ കൊടുക്കുകയും ഉപ്പും തൈലവും ചെവിയിലും നെറ്റിയിലും തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്ന് വരെ ആ തലകറക്കവും ചെവി വേദനയും ചെവി കേൾവിക്കുറവും ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മ ഇതല്ല, എൻ്റെ ചാർച്ചക്കാർക്കും എല്ലാവർക്കും, ഞാൻ അറിയുന്ന എല്ലാവരിലും കോടാനുകോടി നന്ദികൾ സമർപ്പിച്ചു. അവരുടെ എല്ലാം സാക്ഷികളായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിനും എനിക്ക് പറഞ്ഞു തീരാത്ത നന്ദികൾ പരിശുദ്ധ അമ്മ ഈ വർഷത്തിനുള്ളിൽ തന്നിട്ടുണ്ട്. എല്ലാ നന്മകൾക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും ഈ ദൈവജനത്തിന് മുമ്പിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം ഞാനും എൻ്റെ കുടുംബവും നിത്യത വരെയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ജീവിക്കാമെന്നും ഇവിടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ എനിക്കൊരു വാക്കും കൂടി പറയാനുണ്ട്. ഞാൻ ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും നിരാശയിലും സങ്കടത്തിലും വിഷമത്തിലും വന്നിരുന്ന ആളാണ്. പരിശുദ്ധ അമ്മ എന്നെ ഇത്രത്തോളം ഉയർത്തിയെങ്കിൽ നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട. നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷവതികളായിട്ടായിരിക്കും പോകുന്നത്. ഇതിലെല്ലാവരെയായിട്ട് എനിക്ക് 21 എന്നുള്ളൊരു നമ്പർ മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു തന്നു. അന്ന് ഞങ്ങൾക്ക് വീടിൻ്റെ റേഷായിരുന്നു. പിറ്റത്തെ ജൂൺ മാസം 21-ാം തീയതി ആയിരുന്നു റേഷ്. പിറ്റത്തെ ജൂലൈ 21-ാം തീയതി വൈകുന്നേരം ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എൻ്റെ പച്ച മെഴുകുതിരിയിൽ കർത്താവിൻ്റെ തിരുഹൃദയം പല രൂപങ്ങളിലായി പ്രത്യക്ഷപ്പെട്ട് തീനാളത്തിന് മുകളിലായി രക്തക്കളർ രീതിയിൽ പരിശുദ്ധ തിരുഹൃദയം ഞങ്ങളുടെ കണ്ണുകളിൽ കാണുകയും എൻ്റെ ഫോണിൽ അത് ഉണ്ടാകിയിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നീലത്തിരിയിൽ പരിശുദ്ധ അമ്മ കൈകൂപ്പി നിൽക്കുന്ന ഫോട്ടോയും എൻ്റെ നീലത്തിരിയിൽ പ്രതിഷേധ പ്രാർത്ഥന 3 മണിക്ക് ചൊല്ലുന്ന സമയത്ത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്ര വലിയ അനുഗ്രഹം ചെയ്ത അമ്മ എനിക്ക് സ്ഥലം വാങ്ങുവാൻ ഞങ്ങൾക്കൊരു സഹോദരങ്ങളെ ദൂതനായി ആ ഭവനത്തിന് ഒരു കാര്യമില്ലാതെ ഞങ്ങൾക്ക് സഹായം തന്ന ആ പരിശുദ്ധ കുടുംബത്തിനെ ഞാൻ ദൈവത്തിരുന്ന് സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കുന്നു.
അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും അവരെ മേൽക്കുമേൽ അനുഗ്രഹം കൊണ്ട് വർഷിക്കുകയും ചെയ്യണമേ. എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെ തിരുസന്നിധിയിൽ സാക്ഷ്യം വഹിക്കുവാൻ ഇടയാക്കിയ പരിശുദ്ധ നന്മയെ ഓർത്ത് ഞാൻ 1000 നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നും നമ്മൾക്ക് വചനം നേടിത്തരുന്ന നമ്മുടെ ജീവിതത്തിന് ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന ചൊല്ലിത്തരുന്ന ജോസഫ് അച്ഛനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡും പ്രത്യക്ഷങ്ങളുടെ പ്രാർത്ഥനയും ചൊല്ലിയാണ് എൻ്റെ ദിവസം ആരംഭിക്കുന്നത്. ഞാൻ പുറത്തു പോകുമ്പോഴും വരുമ്പോഴും പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും നടക്കുന്നത്. ഇന്ന് ഈ വാടക വീടുകളിൽ ഞങ്ങൾ 4 ആളും ഇന്നിവിടെ സാക്ഷ്യം പറയാൻ ഉണ്ടാകില്ലായിരുന്നു. ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ വെളുപ്പിനെ ഉടമ്പടി പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി കിടക്കുമ്പോൾ പെരുമഴയത്ത് ആ വീട് ഇടിഞ്ഞു വീഴുകയും 4 ഉത്തരത്തിൻ്റെ മേൽ ഭിത്തിയിൽ വന്ന് ചുമരിൻ്റെ മുകളിൽ ആ വീട് മൊത്തം ഇരുന്നപ്പോൾ എല്ലാവരും കിരികിരാന്നൊരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ആ വീട്ടിൽ നിന്നുമാണ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വലിയ കോട്ടങ്ങളും നേട്ടങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധ അമ്മ സന്തോഷപൂർവ്വം ഒരു കുടുംബം തന്ന അനുഗ്രഹിച്ചത്. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവർക്കും കോടാനുകോടി നന്ദി ഞാൻ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നന്ദി. സങ്കീർത്തനം 127:1. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥമാണ്. സുജയുടെ സാക്ഷ്യം നമ്മളോട് പറഞ്ഞത് 17 വർഷം വാടക വീട്ടിൽ താമസിച്ചിരുന്നു. പല പല വീടുകളിൽ കയറി ഇറങ്ങി. നിങ്ങൾക്കും അറിയാം, ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ പോകുമ്പോൾ എന്തെല്ലാം ത്യാഗങ്ങളും വേദനകളുമുണ്ടെന്ന്. അവരിത് സഹിച്ചാണ് 17 വർഷവും അവർ വാടക വീട്ടിൽ താമസിച്ചതെന്ന്. പരിശുദ്ധ അമ്മയുടെ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. അമ്മ പ്രത്യക്ഷപ്പെട്ട 7 എന്നുള്ളൊരു തീയതി. ആ തീയതിയിലാണ് ഈ സുജയ്ക്കും കുടുംബത്തിനും കൊടുക്കുന്ന അനുഗ്രഹം. കൃപാസന പത്രം ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ രാത്രി 12 മണി വരെ ഉറക്കം നിന്ന് ഉറങ്ങാതിരുന്നു കൊണ്ട് അതിനകത്ത് വചനം എഴുതി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ്. പത്രം മാത്രമല്ല, അതിൻ്റെ കൂടെ വചനവും കൊടുക്കുന്നുണ്ട്. അച്ഛൻ പുതുക്കുന്ന ക്ലാസ്സിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വചനം പ്രഘോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പത്രം കൊണ്ടേ കൊടുത്താൽ മതിയെന്ന്. അവർ വചനം കൂടി അയച്ചാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതെന്ന് സുജ നമ്മളോട് പറയുകയുണ്ടായി. കണ്ണുനീരിടുന്നവരുടെ കൂട്ടത്തിൽ കണ്ണുനീരൊപ്പിക്കൊടുക്കാൻ സമയത്തിൻ്റെ അമ്മ സഞ്ചാരിയമ്മയായിട്ട് കടന്നു വരുമെന്ന് സുജ നമ്മളോട് പറഞ്ഞു. ഇത്രയും വലിയ അനുഗ്രഹം കൊടുത്തത് വണക്കമാസ സമയത്ത് വണക്കത്തിൽ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അമ്മേ, ഞാനിന്ന് എൻ്റെ വണക്കം വായിക്കുകയാണ്. ഒരു സഹോദരിയാണ് ഇവർക്ക് വേണ്ടി വണക്കത്തിന് പൈസ കൊടുത്തത്. അതിൽ പറഞ്ഞു, ആ സമയത്താണ് ഇവിടെ വണക്കം നടക്കുന്ന സമയത്താണ് അവരുടെ രജിസ്ട്രേഷന് അഡ്വാൻസ് കൊടുത്തത്. വീടിന് അഡ്വാൻസ് കൊടുക്കുന്ന ഡേറ്റാണ് ഇവിടെ മാതാവിൻ്റെ വണക്കമാസം നടത്തിയ സമയത്ത്. അത്രയും വരെ അമ്മ അടുപ്പിച്ച് എളുപ്പം സാധിച്ചു കൊടുക്കുകയാണ്. അമ്മയ്ക്ക് ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളല്ലേ? അമ്മ എന്തെല്ലാം ചെയ്തു തന്നാലും മതിയാവില്ലല്ലേ? ഉടമ്പടിയെടുത്തവരോട്, കണ്ണുനീരിടുന്നവരോട് കൂടെ നിൽക്കുന്ന അമ്മയാണ്. അമ്മയ്ക്കറിയാം ഓരോ ഭവനത്തിലുള്ള വേദനകൾ. അമ്മയും കുടുംബജീവിതം നയിച്ചതുകൊണ്ട് ഒരു കുടുംബത്തിലുണ്ടാകുന്ന വേദന, ഒരു ഭവനമില്ലാത്ത വേദന അമ്മയ്ക്കറിയാം. അമ്മ അത് സാധിച്ചു കൊടുത്തു. ആ വേദന അമ്മ മാറ്റിക്കൊടുത്തു. അതിനുശേഷം ജോലിയുടെ കാര്യത്തിൽ, ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു കുടുംബത്തിലുണ്ടാകുന്ന വേദനകളെല്ലാം. അതും പരിശുദ്ധ അമ്മ സാധിച്ചു കൊടുത്തു. കാലൊടിഞ്ഞിരുന്നിട്ടും ആ കാല് വെച്ചുകൊണ്ടാണ് ജപമാല റാലിയിൽ പങ്കെടുത്തത്. സുജ പറഞ്ഞത് നമ്മളോട് അങ്ങനെയാണ്. ആ കാല് വെച്ചുകൊണ്ട് ഇവിടെ നർത്തുങ്കൽ വരെ ജപമാല ചൊല്ലിപ്പോയി പ്രാർത്ഥിച്ചു. എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന്. അത് പരിശുദ്ധാത്മാവിനാൽ തന്നെ നിറച്ചു കൊടുത്തു. ഈ അഭിഷേകത്താൽ അവരെ അഭിഷേകം ചെയ്തു കൊടുത്തു. ഇതാണ് പരിശുദ്ധ അമ്മ. ഇതാണ് കരയുന്നവരെ ആശ്വസിപ്പിക്കുന്ന അമ്മ. ഇതാണ് സഞ്ചാരി അമ്മ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ, നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത അമ്മ. ഈ അമ്മയാണ് ഈ ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെയും കൂടെ നടന്നുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കുന്നതെന്ന് ഈ കുടുംബം നമ്മോട് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. മറ്റുള്ളവരിലൂടെ
ഈ സുജയ്ക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തിന്. അതുപോലെ പലതവണ പച്ചത്തിരിയിൽ അമ്മയ്ക്കടുത്ത് ചോദിക്കും, എനിക്കൊരു അടയാളം തരണേ, അമ്മേൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു അടയാളം തരണമേ. ഉടനെ പച്ചത്തിരി കത്തിക്കുമ്പോൾ പൂക്കളായിട്ടും അമ്മയുടെ ഹൃദയമായിട്ടും, അമ്മ ഹൃദയം കാണിച്ചു തന്നത് ഹൃദയമായിട്ടാണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ ഹൃദയമായിട്ട് തിരിയിൽ കാണിച്ചു കൊടുത്തു, അതുപോലെ പൂക്കളായിട്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ അടയാളം കൊണ്ട് അവരുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കുകയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഒന്നും വേണ്ട എന്നല്ല, വേണമെന്ന് തോന്നണതെല്ലാം പരിശുദ്ധമ്മ സാധിച്ചു കൊടുക്കും. അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മയോട് പറയുന്നതാണ് വ്യക്തിപരമായ പ്രാർത്ഥനയെന്ന് ഞാൻ പറയുകയുണ്ടായി. വ്യക്തിപരമായി അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്ക് അടയാളം തരും. അമ്മ നിങ്ങളുടെ കൂടെ നിന്ന്, അമ്മ പ്രത്യക്ഷപ്പെട്ട 7-ാം തീയതി ഇവർക്ക് കിട്ടിയതുപോലെ നമ്മൾക്കും കിട്ടും. അതിന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട്, ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്താൽ തീർച്ചയായും പരിശുദ്ധമ്മ തൻ്റെ പുത്രനോട് പറയും, മോനെ അവരുടെ കാര്യത്തിൽ ഇടപെടണമെന്ന്. അങ്ങനെ സാധിച്ചു കിട്ടിയ ആ വലിയ കൃപയ്ക്ക് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ഫയലുകൾ നേരത്തെ മാതാവ് എടുത്തല്ലോ എന്ന്. അപ്പോൾ അമ്മ മാതാവിലൂടെ അച്ഛനിലൂടെയൊക്കെ എല്ലാം അവരോട് സംസാരിച്ചെന്നാണ് അവർ നമ്മുടെ ഈ ആൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. അങ്ങനെ കിട്ടിയ വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധമ്മയ്ക്ക് കോടാനകോടി നന്ദി പറഞ്ഞാലും പോരാതെ ഇരിക്കുന്ന ഈ സമയത്ത് നമ്മൾക്ക് കരങ്ങൾ അടിച്ച് പരിശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം.